അസ്സലാമു അലൈക്കും. ബിസ്മില്ല അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെയും നേരെ നമുക്ക് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായതിന് നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കാം. 1. മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അന്തരീക്ഷം, ആകാശം, ഭൂമി. ശരി ഉത്തരം ഏതാണ്? ആകാശം. അപ്പോൾ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. 2. പ്രാപഞ്ചികമായ ഒരു സ്വഭാവവും ഇല്ല. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മലക്കുകൾ, നബിമാർ, അള്ളാഹു താല. ശരി ഉത്തരം ഏതാണ്? അള്ളാഹു താല. 3. അസ്മാഉൽ ഹുസ്നയിൽ പെട്ടത്. ഓപ്ഷൻസ് അൽ മുതാലി, അഷാഫി, അൽ കാഫി. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 പേരുകൾ. ആ 99 പേരുകളിൽ പെട്ട ഒരു പേര് നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷനിലുണ്ട്. ആ ഓപ്ഷനാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഏതാണ് ശരി ഉത്തരം? അൽ മുതവാലി. അപ്പോൾ അതിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 4. അൽ മുസവ്വിർ എന്നതിൻ്റെ അർത്ഥം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നിർമ്മാതാവ്, സൃഷ്ടാവ്, രൂപരചയിതാവ്. ശരി ഉത്തരം രൂപരചയിതാവ്. 5. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ജിന്നുകൾ, മലക്കുകൾ, മനുഷ്യർ. ഈ പറഞ്ഞതിൽ ആരാണ് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടത്? അപ്പോൾ മലക്കുകൾ. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം ഏതാണ്? മലക്കുകൾ. 6. വണ്ടിയുടെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കേണ്ടത്. ഓപ്ഷൻസ് കമ്പനി, ഡോക്ടർ, യാത്രക്കാർ. ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? കമ്പനി. അപ്പോൾ കമ്പനി എന്നതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. 7. അസ്സക്കീന. 8. അർ റഹ്മ. 9. അൽ ബാര്യ. 10. ഹമല. 11. ഖദീർ. ഇപ്പുറത്തെ ഓപ്ഷൻസ് നോക്കൂ. എ കാരുണ്യം, ബി വഹിക്കുന്നവർ, സി കഴിവുള്ളവൻ, ഡി നിർമ്മാതാവ്, ഇ സമാധാനം. അപ്പോൾ ഇതിൽ ശരിയായതിൻ്റെ ആ നേരെയുള്ള ലെറ്റർ ആണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. 7. അസ്സക്കീന. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ സമാധാനം. അപ്പോൾ ഈ എന്ന ഓപ്ഷൻസിൻ്റെ ലെറ്റർ നമ്മൾ അവിടെ എടുത്ത് എഴുതുക. അടുത്ത് നോക്കൂ. 8. അർ റഹ്മ. അതിൻ്റെ അർത്ഥം എന്താണ്? കാരുണ്യം. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ലെറ്ററാണ് നമ്മൾ ഇവിടെ എടുത്തെഴുതേണ്ടത്. എ. കാരുണ്യം എന്നുള്ളതിൻ്റെ ലെറ്റർ എന്താണ്? എ. അപ്പോൾ 8ൻ്റെ നേരെ എ എന്ന് എഴുതുക. 9. അൽ ബാര്യ. ഡി നിർമ്മാതാവ്. 10. ഹമല. ബി വഹിക്കുന്നവർ. 11. ഖദീർ. അതിൻ്റെ ഓപ്ഷൻ എന്താണ്? സി കഴിവുള്ളവൻ. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? പൂരിപ്പിക്കുക. അതിൽ നമ്മൾ വിട്ട ഭാഗത്ത് എന്താണ് നമ്മൾ പാഠത്തിൽ പഠിച്ചത് അതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 12. ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നീരാവിയായി ഉയർന്ന് ഡേഷ് രൂപപ്പെടുന്നു. അപ്പോൾ അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ടത് മേഘങ്ങളായി. ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നീരാവിയായി ഉയർന്ന് മേഘങ്ങളായി രൂപപ്പെടുന്നു. 13. വഫിൽ അർലി ഡേഷ് ലിൽ മൂക്കിനീന വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. അപ്പം അവിടെ വിട്ടത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആയാത്തുൻ. നമുക്ക് ചേർത്തൊന്ന് വായിച്ചു നോക്കാം. വഫിൽ അർലി ആയാത്തുൻ ലിൽ മൂക്കിനീന വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ഇനി 14 നോക്കൂ. വല്ലാഹി ഡേഷ് ഫദ് ഊഹു ബിഹ. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ അസ്മാഉൽ ഹുസ്ന. അടുത്തത് 15. മലക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഡേഷ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് ഭൗതിക മാപ്പിനികൾ. അപ്പോൾ എന്താണ് ചേർത്ത് വായിക്കുക? മലക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഭൗതിക മാപ്പിനികൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. 16. നമ്മുടെ 2 വൃക്കകളിലായി ഡേഷ് നെഫ്രോണുകളുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 20 ലക്ഷത്തോളം. നമ്മുടെ 2 വൃക്കകളിലായി 20 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. 17. ലൈസ കമിസിലിഹി ഷൈഉൻ ഡേഷ് അൽ ബസീർ. അവിടെ പൂരിപ്പിക്കേണ്ടത് വഹുവ സമീർ. ലൈസ കമിസിലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ.
ഇനി അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. മഴ ചുമതലയുള്ള മലക്ക് ആര്? ഉത്തരം മീകായിൽ അലൈഹിസ്സലാം. 19. അസ്മാഉൽ ഹുസ്നയുടെ എണ്ണമെത്ര? ഉത്തരം 99. 20. പ്രധാനികളായ മലക്കുകൾ എത്ര? ഉത്തരം 10. 21. റബിയോൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിന് രണ്ടർത്ഥം നമ്മളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്ക് എഴുതാം. സന്തോഷം അല്ലെങ്കിൽ വസന്തം. 22. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, അവ ഹൃദിസ്ഥമാക്കിയവർ സ്വർഗത്തിൽ കടക്കും. ഏവ? ഉത്തരം അള്ളാഹുവിന്റെ 99 നാമങ്ങൾ. അടുത്തത് 23. നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അപ്പോൾ ഉത്തരം എന്താണ്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു താല. അപ്പം അവിടെ നമ്മൾ വെറുതെ അള്ളാഹു താല എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്ന ആ പോയിന്റ് വെച്ചിട്ടാണ് ഇവിടെ ഉത്തരം എഴുതുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു താല. അപ്പം ഇത്ര തന്നെ നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾ വെറും അള്ളാഹു താല എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്കുണ്ട്. അപ്പോൾ അള്ളാഹു താല എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു താല, ഇങ്ങനെ എഴുതാം. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. ആരാണ് അള്ളാഹു താല? ഉത്തരം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അള്ളാഹു താല. അവന് തുടക്കവും ഒടുക്കവും ഇല്ല. അവന് ഭാഗമോ രൂപമോ ഇല്ല. അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാണ്. അവന് ഘടകങ്ങളില്ല. ഒരു വിശേഷണങ്ങളിലും അവന് സമന്മാരില്ല. അവൻ സർവശക്തനും സർവജ്ഞനുമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ആൻസർ ചുരുക്കി എഴുതണമെങ്കിൽ ഇത്ര മാത്രം എഴുതിയാലും മതി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അള്ളാഹു തആല. ഒരു വിശേഷണങ്ങളിലും അവന് സമന്മാരില്ല. അവൻ സർവശക്തനും സർവജ്ഞനുമാണ്. ഇത്ര എഴുതിയാലും മതി. 25. നമ്മുടെ ശരീരത്തിലെ 2 വൃക്കകളുടെ പ്രവർത്തനം എന്ത്? ഉത്തരം നമ്മുടെ ശരീരത്തിൽ രക്തം ശുദ്ധീകരിക്കുകയും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള 2 വൃക്കകളുടെ പ്രവർത്തന ഫലമാണ്. 26. അള്ളാഹു തആലയെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യം അസംബന്ധമാണ്. കാരണം എന്നുമുള്ളവനെ ഉണ്ടാക്കിയത് ആര് എന്ന ചോദ്യം ശരിയല്ല. അടുത്ത ചോദ്യം 27. അഫില്ലാഹി ശക്കും ഫാതിരി സമാവാതി വൽ അർദ്. സാരമെഴുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതുക. ഉത്തരം ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ? അടുത്തത് 28. എന്താണ് പ്രപഞ്ചം? ഉത്തരം നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. അടുത്തത് 29. ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? കാരണം ഇലാഹാകുമ്പോൾ അവൻ സർവാധിപനും സർവശക്തനുമായിരിക്കണം. മറ്റൊരാൾക്ക് വിധേയപ്പെടണം എന്ന് പറഞ്ഞാൽ അയാൾ അശക്തനാണ്. അശക്തന്മാർ ഒരിക്കലും ഇലാഹാകാൻ പറ്റില്ല. 30. അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 8 എണ്ണം എഴുതുക. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ 99 നാമങ്ങളാണ്. ആ 99 നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും 8 എണ്ണം എഴുതുക. 4-ാമത്തെ പാഠാണ്. 4-ാമത്തെ പാഠം ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന പാഠാണ്. ആ പാഠത്തിൽ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട് ആ 99 പേരുകൾ. അപ്പോൾ കൂട്ടുകാരത് കാണാതെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 8 പേരുകൾ നമുക്കതൊന്ന് എഴുതാം. അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്. അത്രയാണ് നമ്മൾക്ക് 8 പേരുകൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. 31-ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാറ്റിൻ്റെയും സംവിധായകൻ അള്ളാഹു തആലയാണെന്നതിന് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ. ഉത്തരം ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗാലക്സികൾ, ഇങ്ങനെ എന്തെല്ലാം. നമ്മുടെ ഗാലക്സിയിൽ മാത്രം 100 കണക്കിന് ബില്യൺ നക്ഷത്രങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. മലക്കുകൾ. ഉത്തരം മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർക്ക് നായയുടെയും പന്നിയുടെയുമല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. അവർക്ക് 2 3 അതിലധികമോ ചിറകുകളുണ്ടാകും.
അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് തീറ്റയോ കുടിയോ ഉറക്കമോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല. അല്ലാഹു തആല കൽപ്പിച്ചതെന്തും അവർ ചെയ്യും. അല്ലാഹു തആലയുടെ കൽപ്പനകൾക്കെതിരായി അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല. അവരുടെ എണ്ണം അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. പൊതുവെ ആകാശമാണ് അവരുടെ വാസസ്ഥലം. ചിലർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഭൂമിയിൽ വസിക്കുന്നവരും മലക്കുകളിൽ ഉണ്ട്. അർഷിനെ വഹിക്കുന്നവർ, അതായത് ഹമലത്തുൽ അർഷ്, മനുഷ്യരെ സംരക്ഷിക്കുന്നവർ, ഹഫള, ശിക്ഷിക്കുന്നവർ, മലായിക്കത്തുൽ അദാബ്, കാരുണ്യം ചെയ്യുന്നവർ, മലായിക്കത്തുർ റഹ്മ, നിസ്കരിക്കുന്നവർ, തസ്ബീഹ് ചൊല്ലുന്നവർ, ദിക്ർ മജ്ലിസുകളിൽ സംബന്ധിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്നവർ എന്നിങ്ങനെ മലക്കുകൾ പല വിഭാഗമുണ്ട്. അപ്പോൾ ഇത്ര ഭാഗമാണ് നമ്മൾ അതിന് ആൻസറായിട്ട് എഴുതേണ്ടത്. 33 അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം. അതിനെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക. ഉത്തരം: മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവാണ്. കാരണം അവനാണ് അവരെ സൃഷ്ടിച്ചത്. ഒരു വണ്ടിയുടെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത് ആ വണ്ടി നിർമ്മിച്ച കമ്പനിയാണ്. കാരണം ആരാണോ നിർമ്മിച്ചത് അയാൾക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുക. അപ്പോൾ ആ കമ്പനി തന്നെയാണ് അതിൻ്റെ യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത്. അവൻ ജനിച്ചത് അവൻ്റെ ഉദ്ദേശപ്രകാരമല്ല. അവൻ്റെ രൂപവും നിറവും അവയവങ്ങളും എങ്ങനെയാവണം എന്ന് തീരുമാനിച്ചത് അവനല്ല. അവന് ദാഹിക്കുന്നതും വിശക്കുന്നതും അവൻ്റെ ഇഷ്ടപ്രകാരമല്ല. അതുകൊണ്ടു തന്നെ അവനെ സൃഷ്ടിച്ച അല്ലാഹു തആലയുടെ നിയമങ്ങൾ അവന് ഗുണകരമാണ്. കാരണം അവനെ സൃഷ്ടിച്ചവൻ മാത്രമാണ് അതെല്ലാം അറിയുന്നത്. അവന് ഗുണകരമല്ലാത്ത ഒരു നിയമവും അല്ലാഹു ഉണ്ടാക്കുകയില്ല. അപ്പോൾ ഇത്ര ഭാഗമാണ് അതിന് നമ്മൾ ഉത്തരമായിട്ട് എഴുതണത്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.